വെൽക്കം ടു അവർ ഇക്കണോമിക്സ് ക്ലാസ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഗ്രികൾച്ചറൽ സെക്ടറും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറുമാണ് ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് പോയിട്ട് കാണുക, ഫുള്ളായിട്ട് കണ്ടിട്ട് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള അടുത്ത പോയിൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. ഫോറിൻ ട്രേഡ്, വിദേശ വ്യാപാരം. During the colonial rule, the colonial trade policies adversely affected the structure, composition and volume of India's trade. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്, ഇന്ത്യ എന്ന് പറയുന്നത് കൊളോണിയൽ ഭരണകാലത്ത് നമുക്കറിയാം, കൊളോണിയൽ ഭരണമായ സമയത്ത് ഇന്ത്യയിലുള്ള എല്ലാ മേഖലയിലും തകരാനാണ് കാരണമായത് അല്ലേ. എല്ലാ അഗ്രികൾച്ചർ സെക്ടറായാലും ഇൻഡസ്ട്രിയൽ സെക്ടറായാലും എല്ലാത്തിലും ഇമ്പാക്റ്റ്, അതേപോലെ തന്നെ ഫോറിൻ ട്രേഡിനും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള റോ മെറ്റീരിയൽസിനെ അവരങ്ങോട്ട് കയറ്റുമതി ചെയ്യുകയും അവിടെയുള്ള പ്രോഡക്റ്റ് അത് വെച്ചിട്ട് അവർ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഒരു മാർക്കറ്റാക്കി മാറ്റുകയും, ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതാണ് വിദേശ വ്യാപാരത്തിൽ നമ്മൾ പറയുന്നത്. ഏതൊക്കെ പ്രോഡക്റ്റായിരുന്നു അവരിവിടെ നിന്നും മെയിനായിട്ട് കൊണ്ടുപോയിരുന്നത്, അത് വെച്ചിട്ട് അവരെന്തൊക്കെയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കാം. ഫ്രം ആൻ എക്സ്പോർട്ടർ ഓഫ് വാല്യൂ ആഡഡ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ്, ഇന്ത്യ ബിക്കെയിം ആൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുന്നേ നമ്മുടെ ഇന്ത്യയിൽ കൂടുതലായിട്ടും ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്, കയറ്റി അയച്ചിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലോട്ട് വന്നതോടുകൂടി ഇവിടെ നിന്നും പ്രൈമറി ഗുഡ്സ് എന്ത് ചെയ്തു, അങ്ങോട്ട് കയറ്റുമതി അയക്കുകയും എന്നിട്ട് അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് അവർ ഇറക്കുമതി ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ, ഇന്ത്യ സ്റ്റാർട്ടഡ് എക്സ്പോർട്ടിങ് റോ കോട്ടൺ. നോക്കുക, കോട്ടൺ, സിൽക്ക്, വൂള്, സുഗർ, ഇൻഡിഗോ ആൻഡ് എക്സെട്ര. വൺസ് അഗെയിൻ നോട്ട് ചെയ്യുക, ഈ പോയിൻ്റാണ് നോട്ട് ചെയ്യേണ്ടത്. കോട്ടൺ, സിൽക്ക്, വൂള്, ഷുഗർ, ഇൻഡിഗോ ആൻഡ് എക്സെട്ര. പരുത്തി, സിൽക്ക്, കമ്പിളി രോമങ്ങൾ, നീലം, ഇവയൊക്കെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആൻഡ് ഷീ സ്റ്റാർട്ടഡ് ഇമ്പോർട്ടിങ് ക്ലോത്ത്സ് മെയ്ഡ് ഫ്രം കോട്ടൺ, വൂൾ, സിൽക്ക് ആൻഡ് ലൈറ്റ് മെഷീനറി പ്രൊഡ്യൂസ്ഡ് ഇൻ ബ്രിട്ടൻ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ബ്രിട്ടനിലോട്ട് കയറ്റുമതി ചെയ്താൽ ഈ സാധനങ്ങൾ വെച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം, യന്ത്ര ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തന്നെ ഇറക്കുമതി ചെയ്യും. എന്നിട്ട് ആ സാധനങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കി മാറ്റുകയാണ് പ്രധാനമായിട്ടും ഇവരുടെ ലക്ഷ്യങ്ങൾ. ഞാൻ മനസ്സിലായി എന്ന് കരുതുന്നു. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തരാം. നമ്മുടെ ഇന്ത്യയിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലോട്ട് കയറ്റുമതി ചെയ്യുകയും അവിടെ വെച്ചിട്ട് ആ സാധനങ്ങൾ വെച്ച് അവരെന്ത് ചെയ്യണ, ഉൽപ്പാദിപ്പിക്കുകയും ആ ഉൽപ്പാദിപ്പിച്ച പ്രോഡക്റ്റ് വീണ്ടും അത് ഇന്ത്യയിലോട്ട് തന്നെ ഇറക്കുമതി ചെയ്ത് നമ്മുടെ ഇന്ത്യയിൽ അതെന്ത് ചെയ്യണേ, വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയെ അവരുടെ ഒരു മാർക്കറ്റാക്കി മാറ്റുക. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിലേറെ മെഷീനറീസ് യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ വിറ്റഴിക്കുമ്പോൾ ലാഭം എന്തായാലും അവർക്ക് തന്നെയാണ് വരിക. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോയിട്ട് കൂടുതൽ വിലക്ക് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാണ്, ലാഭം ഉണ്ടാക്കുക. അങ്ങനെ ഇന്ത്യയെ ഒരു മാർക്കറ്റാക്കിയിട്ട് ഇവരെന്ത് ചെയ്യണേ, മാറ്റുകയാണ് ചെയ്യണത്. ദിസ് ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ഇന്ത്യാസ് ട്രേഡ് വാസ് അച്ചീവ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ കംപ്ലീറ്റ്ലി കൺട്രോളിങ് ഇന്ത്യാസ് ട്രേഡ്. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ട്രേഡിനെ തന്നെ കംപ്ലീറ്റ് ആയിട്ടും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇനി നമുക്ക് നോക്കാം. ദ ബ്രിട്ടീഷ് ട്രേഡ് പോളിസി എൻഷ്യൂർഡ് ദാറ്റ് ഹാഫ് ഓഫ് ഇന്ത്യസ് ഫോറിൻ ട്രേഡ് വാസ് വിത്ത് ബ്രിട്ടൻ. പ്രധാനപ്പെട്ട കൺട്രീസ് ഏതൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ട്രേഡ് വിത്ത് അതർ കൺട്രീസ് ഏതൊക്കെയാണെന്ന്. ചൈന,
സിലോൺ ശ്രീലങ്ക ആൻഡ് പേർഷ്യ. ഇതൊക്കെ ആയിരുന്നു പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന കൺട്രീസ്. അപ്പം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മെയിനായിട്ട് ഏതൊക്കെ പ്രോഡക്റ്റ്സ് ആയിരുന്നു ഇവർ കയറ്റുമതി ചെയ്തിരുന്നതും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് ഏതൊക്കെയായിരുന്നു നോക്കുക. പിന്നെ പ്രധാനമായിട്ടുണ്ടായിരുന്ന വ്യാപാരം നടത്തിയിരുന്ന ആ ഒരു ഇന്ത്യയുടെ വ്യാപാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു നോക്കുക. ചൈന, സിലോണ്, പേർഷ്യ, ഇവിടെയൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിരുന്നത്, ഇന്ത്യ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ ഉള്ള ഒരു ഇതിൽ നടന്നിരുന്നത്. അത് മുഴുവൻ എന്ത് ചെയ്തു, കുറഞ്ഞു. സൂയസ് കനാൽ തുറന്നു കൊടുത്തതോടുകൂടി ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ആ ഒരു ആധിപത്യം കംപ്ലീറ്റ് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, അവരുടെ കീഴിലാക്കി മാറ്റി. ഓപ്പണിംഗ് ഓഫ് സൂയസ് കനാൽ ഇൻറ്റൻസിഫൈഡ് ബ്രിട്ടീഷ് കൺട്രോൾ ഓവർ ഇന്ത്യസ് ഫോറിൻ ട്രേഡ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ജനറലായിട്ട് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ. ഇനി നമുക്കിതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിൻ്റാണ്. അതിൽ പഠിക്കേണ്ട പോയിൻ്റ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. പക്ഷെ അതിൽ നിങ്ങൾ എക്സ്പോർട്ടിങ് ഏതൊക്കെയായിരുന്നു, ഇമ്പോർട്ടിങ് ഏതൊക്കെയായിരുന്നു നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഏതൊക്കെ നമ്മുടെ ഇന്ത്യ പ്രധാനമായിട്ടും ട്രേഡ് നടത്തിയിരുന്ന കൺട്രീസ് ഏതൊക്കെയായിരുന്നു കൂടി ഒന്ന് നോക്കാം. ഓക്കെ. ഇനി വെരി ഇമ്പോർട്ടൻ്റ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ റൂൾ. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് പോയിൻ്റ്, ഇന്ത്യാസ് ട്രേഡ് വോളിയം ഗ്രൂ ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. Once again, note the point. India's trade volume grew during the British period. This resulted in huge export surplus for India. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ വ്യാപാരം വർദ്ധിക്കാൻ കാരണമായി. ഇതുമൂലം തന്നെ ഒരു എക്സ്പോർട്ട് സർപ്ലസ് ഇന്ത്യക്ക് ഉണ്ടാക്കാനായി. എന്താണ്? വലിയൊരു കയറ്റുമതി മിച്ചം. നെക്സ്റ്റ് പോയിൻ്റ്, ദ എക്സ്പോർട്ട് സർപ്ലസ് വാസ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ബ്രിട്ടീഷ് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് വാർ എക്സ്പെൻസ്. ഒന്നുകൂടി വായിക്കാം. ദ എക്സ്പോർട്ട് സർപ്ലസ് വാസ് യൂസ്ഡ് ഫോർ ഫിനാൻസിങ് ബ്രിട്ടീഷ് എക്സ്പെൻഡിച്ചർ ഇൻ ഇന്ത്യ ഇൻക്ലൂഡിങ് വാർ എക്സ്പെൻസസ്. എന്താ അങ്ങനെ പറഞ്ഞാൽ? കയറ്റുമതി മിച്ചം മുഴുവനും ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ചെലവിനായിട്ട് എന്ത് ചെയ്തു ഇവർ ഉപയോഗിച്ചു. ബ്രിട്ടീഷുകാരുടെ യുദ്ധച്ചെലവ് പോലും ഈ മിച്ചം കൊണ്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, നടത്തിയത്. മൂന്നാമത്തെ പോയിൻ്റ്, ഇന്ത്യ ബിക്കം എൻ എക്സ്പോർട്ടർ ഓഫ് പ്രൈമറി പ്രോഡക്ട്സ് ആൻഡ് ഇമ്പോർട്ടർ ഓഫ് മാനുഫാക്ചർഡ് ഗുഡ്സ്. This resulted in drain of wealth from India to Britain. ഇന്ത്യയിലെ പ്രാഥമിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയും നിർമ്മിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന സാധനങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് അത് വെച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിലോട്ട് മാറ്റുകയും അതോടുകൂടി ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ആർക്കായിട്ട് പോയി, ബ്രിട്ടനിലോട്ട് ഒഴുകിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ ഭരണകാലത്തെ ഇന്ത്യയിലെ വിദേശ വ്യാപാരത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന. അപ്പോൾ ഇത്ര മാത്രമാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ഫോറിൻ ട്രേഡിൽ ഏതൊക്കെയായിരുന്നു റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ, അത് വെച്ചിട്ട് ബ്രിട്ടനിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു ഇങ്ങോട്ട് അയച്ചിരുന്നത്, പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ഓക്കെ. അടുത്തതായിട്ട് തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ, ജനസംഖ്യ പരിവർത്തന സിദ്ധാന്തം. എന്താണ്? ദ തിയറി ഓഫ് ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ. The theory of demographic transition was formulated by Frank Knudsen. Note the point, Frank Knudsen. The theory of demographic transition was formulated by Frank Knudsen. This theory explained the effect of economic development on population growth. According to this theory, every country's population passes through three distinctive stages. Once again, this theory explains the effect of economic development
on population growth. According to this theory, every country's population passes through 3 distinct stages. എന്താ പറയുന്നത്? ജനസംഖ്യ വളർച്ചയെക്കുറിച്ചും സാമ്പത്തിക വികസനത്തെക്കുറിച്ചും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആ ഒരു തിയറിയാണ് ഡെമോഗ്രാഫിക് സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഇത് പ്രകാരം നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യയെ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. എത്ര സ്റ്റേജസ് ആണ്? 3 സ്റ്റേജസ്. അതിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എ കൺട്രി ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ആൻ അണ്ടർ ഡെവലപ്ഡ് അഗ്രേറിയൻ എക്കോണമി. ബോത്ത് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് വിൽ ബി ഹൈ ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വിൽ ബി ലോ. നോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം വിൽ ബി ലോ. അപ്പോൾ ഈ സ്റ്റേജ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എ കൺട്രി ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ആൻ അണ്ടർ ഡെവലപ്ഡ് അഗ്രേറിയൻ എക്കോണമി. കാർഷിക സമ്പത്ത് വ്യവസ്ഥയിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് വികസിതം അല്ലാത്തതായിരുന്നു. മാത്രമല്ല ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് നന്നായിട്ട് ഉയർന്നതായിരുന്നു, ഹൈ ആയിരുന്നു. ആൻഡ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് വിൽ ബി ലോ. സാമ്പത്തിക ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. നോ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ജനസംഖ്യയിൽ എന്തുണ്ടായിരുന്നില്ല? വളർച്ച ഉണ്ടായിരുന്നില്ല. നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം വിൽ ബി ലോ. നാഷണൽ ഇൻകം പെർ ക്യാപിറ്റ ഇൻകം എന്തായിരുന്നു? കുറവായിരുന്നു. ഇനി സെക്കൻഡ് സ്റ്റേജ് എങ്ങനെ നോക്കാം? സെക്കൻഡ് സ്റ്റേജ് ഒക്കേഴ്സ് ഇൻ എ ഡെവലപ്പിംഗ് ഇക്കോണമി. സെക്കൻഡ് സ്റ്റേജിൽ എന്തുണ്ടായിരുന്നു? ചെറുതായിട്ട് അവിടെ വികസ്വര സമ്പത്ത് വ്യവസ്ഥയായിരുന്നു എന്ന് പറയാം. മാത്രമല്ല ഡെത്ത് റേറ്റ് കംസ് ഡൗൺ. ഡെത്ത് റേറ്റ് എന്ത് ചെയ്തു? കുറഞ്ഞു. മരണനിരക്ക് കുറഞ്ഞു. ബട്ട് ബർത്ത് റേറ്റ് കണ്ടിന്യൂസ് ടു ബി ഹൈ. ഡെത്ത് റേറ്റ് കുറഞ്ഞാലും ജനന നിരക്ക് എന്ത് ചെയ്തു? കൂടി. ദ കൺട്രി എക്സ്പീരിയൻസസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. നാഷണൽ ഇൻകം ഇൻക്രീസസ് വിതൗട്ട് എനി ചേഞ്ച് ഇൻ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ജനന നിരക്ക് കൂടി എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ മരണനിരക്ക് കുറഞ്ഞു. മാത്രമല്ല ദേശീയ വരുമാനത്തിൽ വർധനവുണ്ടായി. പെർ ക്യാപിറ്റ ഇൻകത്തിൽ വലിയൊരു മാറ്റമൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിലുണ്ടായിരുന്ന മാറ്റങ്ങൾ. ഇനി മൂന്നാമത്തത് സ്റ്റേജ് 3. ദ തേർഡ് സ്റ്റേജ് ഓക്കേസ് എ ഡെവലപ്ഡ് കൺട്രി. ബോത്ത് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് കം ഡൗൺ. പോപ്പുലേഷൻ ഇൻക്രീസ് വിൽ ബി അറ്റ് എ റെഡ്യൂസ് റേറ്റ്. ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് അർബനൈസേഷൻ ഇംപ്രൂവ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ്. സ്മോൾ ഫാമിലി ബിക്കംസ് ദ നോം. Economic experts say that there is a fourth stage in which population become steady. അപ്പോൾ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത്, മൂന്നാം ഘട്ടത്തിൽ വികസിത സമ്പത്ത് വ്യവസ്ഥയിലൂടെയായിരുന്നു കടന്നു പോയത്. ജനന നിരക്കും മരണനിരക്കും കുറഞ്ഞു. ജനസംഖ്യ വർധനവ് നോർമൽ ആ ഒരു രീതിയിൽ ഇങ്ങനെ പോയി. വ്യവസായവൽക്കരണവും നഗരവൽക്കരണമൊക്കെ എന്ത് ചെയ്തു? ജീവിത നിലവാരത്തെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയി. അവിടെ ഏറ്റവും കൂടുതൽ ഏതായിരുന്നു? സിംഗിൾ ഫാമിലി അണുകുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. നാലാമതൊരു ഘട്ടം കൂടി ഉണ്ടെന്ന് ആര് പറയുന്നുണ്ട്? എക്കോണമിക് ആളുകൾ പറഞ്ഞിരുന്നു. സെൻസസ് പ്രകാരം അടുത്ത ഒരു ഫോർത്ത് സ്റ്റേജും കൂടി ഉണ്ടാവും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തിരുന്നു? കണക്കാക്കിയിരുന്നു. ഇക്കോണമിക് എക്സ്പെർട്സ് സേ ദാറ്റ് ദർ ഈസ് എ ഫോർത്ത് സ്റ്റേജ് ഇൻ വിച്ച് പോപ്പുലേഷൻ ബിക്കം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡെമോഗ്രാഫിക് കണ്ടീഷനാണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം, പ്രത്യേകിച്ച് ഇതിലെ ഇയർ. ദ ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് വാസ് ഡൺ ഇൻ 1881. ദ ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് വാസ് ഡൺ ഇൻ 1881. 1881 ആദ്യമായിട്ട് ഫസ്റ്റ് സെൻസസ് കണക്കാക്കിയ വർഷം. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. 1881 ഇന്ത്യയിലെ ജനസംഖ്യ കണക്കാക്കാനുള്ള ഒന്നാമത്തെ സെൻസസ് നടത്തിയത് എന്നാണ്. സെൻസസ് നടത്തിയെന്ന് ചോദിക്കാം. ജനസംഖ്യ സെൻസസ് നടത്തിയ വർഷം ഏതാണെന്ന് ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും 1881. ഓക്കെ, ഓർത്ത് വെക്കുക. ആ ഒരു പോയിന്റ് നിങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾക്ക് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്. വൺസ് അഗെയിൻ, ഇമ്പോർട്ടൻ്റ് ഡെമോഗ്രാഫിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ്.
അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഡെമോഗ്രാഫിക് കണ്ടീഷൻ്റെ ആ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് നോക്കുക. അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ഈ ജനസംഖ്യാ സ്ഥിതി. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നില്ല. നിങ്ങൾ പേജ് നമ്പർ 12 എടുത്തിട്ട് ബ്രിട്ടീഷ് ഭരണകാലത്തെ പ്രധാനപ്പെട്ട ജനസംഖ്യ സൂചികകളും സാമൂഹിക വികസന സൂചികകളും എന്നുവെച്ചാൽ എത്ര പെർസെൻറ്റേജ് ജനന നിരക്കുണ്ടായിരുന്നു, എത്ര സാക്ഷരതാ നിരക്കുണ്ടായിരുന്നു, ലിറ്ററസി ഉള്ള ആൾക്കാർ, ഹെൽത്ത് ആൾക്കാർ, ശിശുമരണ നിരക്ക് എങ്ങനെയായിരുന്നു, ആയുർദൈർഘ്യം, എല്ലാ പോയിൻറ്റ്സും ഏകദേശം അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അതൊന്ന് എഴുതിയെടുക്കുകയും ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. ഓക്കെ. മരണനിരക്ക് കൂടുതലായിരുന്നു, ആരോഗ്യനില എങ്ങനെയുള്ളതായിരുന്നു, ആരോഗ്യ സംവിധാനത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ ആ ഒരു ബോക്സ് എടുത്തിട്ട് ഒന്ന് ആ കണക്കൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് അടുത്തൊരു ഏരിയ ആണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ. ഞാൻ ഒന്നിച്ച് പറയുന്നത് എന്താ വെച്ചാൽ ഇനി വളരെ കുറച്ച് ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ അതിനി മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പറയുകയാണ് കേട്ടോ. നെക്സ്റ്റ് ഒക്കുപേഷണൽ സ്ട്രക്ചർ, തൊഴിൽപരമായ ഘടന. എന്താണ് തൊഴിൽപരമായ ഘടന? ഒക്കുപേഷണൽ സ്ട്രക്ചർ മീൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കേഴ്സ് എമംഗ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. എംപ്ലോയ്മെൻറ്റ് സെക്ടർ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആൻഡ് ടു 3 ഹെഡിങ്. തൊഴിൽപരമായ ഘടന എന്ന് പറഞ്ഞാൽ വിവിധ തൊഴിൽ മേഖലകളെ ജോലി എടുക്കുന്നവരുടെ എണ്ണം എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മൾ 3 മേഖലയാക്കിയിട്ടാണ് ഈ തൊഴിൽപരമായ ഘടനയെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൽ അടുത്ത അഗ്രികൾച്ചർ സെക്ടർ കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുള്ള ഭാഗമാണ് ഒക്കുപേഷണൽ സ്ട്രക്ചർ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് തൊഴിൽപരമായ ഘടന. അതിൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഫസ്റ്റ് വൺ പ്രാഥമികം, പ്രൈമറി സെക്ടർ. അഗ്രികൾച്ചർ സെക്ടറും കൂടെ അതിനെ അറിയപ്പെടും. ദ സെക്കൻഡറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖല. ടേർഷ്യറി സെക്ടർ, സർവീസ് സെക്ടർ. ഓക്കെ. അപ്പോൾ പ്രാഥമിക സെക്ടർ, പ്രൈമറി സെക്ടർ എന്ന് പറയുന്ന പേരാണ് അഗ്രികൾച്ചർ സെക്ടർ. സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടർ. ടേർഷ്യറി സെക്ടർ സേവന മേഖല, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. ഇനി ഓരോ മേഖലയിലും ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ള അതൊന്ന് നോട്ട് ചെയ്യാം. കാർഷിക മേഖലയിൽ ഏതൊക്കെ തൊഴിലാണ് വന്നിട്ടുള്ളത്, നമ്മൾ ഏതൊക്കെ തൊഴിലുകൾ ഇൻക്ലൂഡ് ആകുന്നതാണ് ഫസ്റ്റ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നത് നോക്കുക. ഫസ്റ്റ് അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിങ്, മൈനിങ്, ക്വാറീസ് എക്സെട്ര ബിലോങ് ടു ദ പ്രൈമറി സെക്ടർ. വൺസ് അഗെയിൻ, അഗ്രികൾച്ചറൽ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, ഫോറസ്ട്രി, ഫിഷിങ്, മൈനിങ്, ക്വാറീസ് ആൻഡ് എക്സെട്ര എന്ന് വെച്ചാൽ കൃഷിയും അതിന് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, വനവൽക്കരണം, മത്സ്യബന്ധനം, ഖനനം, കരിങ്കൽ കോറികൾ, ഇങ്ങനെയുള്ള എല്ലാതും ഏതിലാണ് പെടുക? പ്രൈമറി സെക്ടറിലാണ് പെടുക. ഇനി ഒക്കുപേഷൻ സ്ട്രക്ചറിലെ സെക്കൻഡ് പാർട്ടാണ് സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല. അതിനെ പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നിർമ്മാണ വ്യവസായങ്ങളും ഏതിൽ പെടും? സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് ഓൾ വെറൈറ്റീസ് കം അണ്ടർ ദ സെക്കൻഡറി സെക്ടർ. സ്മോൾ ആൻഡ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓഫ് ഓൾ വെറൈറ്റീസ് കം അണ്ടർ ദ സെക്കൻഡറി സെക്ടർ. എന്താ പറയുന്നത്? ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ നിർമ്മാണ വ്യവസായങ്ങളും ദ്വിതീയ മേഖലയിലാണ് ഉൾക്കൊള്ളുന്നത്. അപ്പം ഇനി അത് പറയണ്ടല്ലോ. ഇനി മൂന്നാമത്തത് എന്തൊക്കെ പെടുന്നുണ്ട്? ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ മൂന്നാമത്തെ മേഖലയാണ് ടെർഷ്യറി മേഖല. സർവീസ് സെക്ടർ എന്ന് വെച്ചാൽ തൃതീയ മേഖല. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, കൊമേഴ്സ്, ബിസിനസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എക്സെട്ര. ഒന്നുകൂടെ പറയാം. ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, കൊമേഴ്സ്, ബിസിനസ്, ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ ആൻഡ് എക്സെട്ര കം അണ്ടർ ദ ടെർഷ്യറി സെക്ടർ. ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം, ബാങ്കിങ്, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, ഇതൊക്കെയാണ് തൃതീയ മേഖലയിൽ പെടുന്നത്. കൃഷിയും അതിനനുബന്ധിച്ചത് മുഴുവൻ ഫസ്റ്റ് സെക്ടർ.
നിർമ്മാണ മേഖലയിൽ പെട്ടതൊക്കെ സെക്കൻഡ് സെക്ടർ. സേവന മേഖലയിൽ പെട്ടതൊക്കെ ഏതിലുമാണ്? മൂന്നാമത്തെ ടെർഷ്യറി സെക്ടറിൽ. മനസ്സിലായി എന്ന് കരുതുന്നു. 3 തൊഴിൽ മേഖലകളാണ്: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. ഓരോ സെക്ടറിലും പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് പറഞ്ഞ് ഇതാക്കേണ്ട ഒരാവശ്യം ഇല്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് തുറന്നു നോക്കുക. അതിൽ കാണിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള ഘടന, എത്ര പെർസെൻറ്റേജ് തൊട്ട് എത്ര പെർസെൻറ്റേജ് വരെ കൃഷി ഉണ്ടായിരുന്നു, ദെൻ നിർമ്മാണ വ്യവസായങ്ങൾ എത്ര പെർസെൻറ്റേജ് വരെ ഉണ്ടായിരുന്നു, സേവന മേഖല എത്ര പെർസെൻറ്റേജ് വരെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക നിങ്ങൾ. ആ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിലുണ്ട് ഒരു പൈ ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട്. കൃഷി 70 to 75% വരെ. ദെൻ രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത് 10%, സർവീസ് സെക്ടർ 15 to 20% വരെ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിൻ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ. അവസാന പോയിൻ്റാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് അഗ്രികൾച്ചർ സെക്ടർ, സെക്കൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, തേർഡ് ഫോറിൻ ട്രേഡ്, പിന്നീട് പറഞ്ഞത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, ഒക്കുപേഷണൽ സ്ട്രക്ചർ, ലാസ്റ്റ് പോയിൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യം. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൊണ്ടുവന്നിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ഫസ്റ്റ്, ദ ബ്രിട്ടീഷ് ഹാഡ് ദെയർ ഓൺ സെൽഫിഷ് മോട്ടീവ്സ് ഇൻ ഡെവലപ്പിംഗ് ദ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റെയിൽവേസ്, പോർട്സ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് ആൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എക്സെട്ര. once again, railways, ports, post, telegraphs, water transport and etc. റെയിൽവേ കൊണ്ടുവന്ന്, തുറമുഖങ്ങളെ, കമ്പിത്തപാല്, അതേപോലെ തന്നെ ജലഗതാഗതം തുടങ്ങിയവയുടെയൊക്കെ വികസനം ഇന്ത്യയിൽ എന്ത് ചെയ്തു? ഒരുപാട് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബ്രിട്ടീഷുകാർ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചതിൻ്റെ ഒരു എന്തൊക്കെയാണ് അവർ വികസിപ്പിച്ചെടുത്തത് എന്നുള്ളത് നോക്കാം. ഹൈലൈറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്ഡ് ബൈ ദ ബ്രിട്ടീഷ്. ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുക. ദ ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് റെയിൽവേസ് ഇൻ 1850. 1850 ബ്രിട്ടീഷുകാർ റെയിൽവേ കൊണ്ടുവന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഈ റെയിൽവേ കൊണ്ടുവന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ് നോക്കാം. ഇറ്റ് എനേബിൾഡ് പീപ്പിൾ ടു ഗോ ഫോർ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ. ഈ റെയിൽവേ കൊണ്ടുവന്നതോടുകൂടി എന്ത് ചെയ്തു? ജനങ്ങൾക്ക് ദൂരയാത്രകൾ ചെയ്യാനുള്ള സൗകര്യമായി. ദിസ് ബ്രോക്ക് ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ ബറീസ്. അത് ഭൂമിശാസ്ത്രപരവും സാംസ്കാരികപരമായിട്ടുള്ളതിലൊക്കെ നീക്കം ചെയ്തു. നെക്സ്റ്റ്, രണ്ടാമത്തെ, ഇറ്റ് കണക്റ്റഡ് പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് വിത്ത് മാർക്കറ്റ് ദെർബൈ ലീഡിങ് ടു ഗ്രോത്ത് ഓഫ് ട്രേഡ്. ഉൽപ്പാദന കേന്ദ്രങ്ങളെയും വിപണികളെയും തമ്മിൽ വർദ്ധിപ്പിച്ചു. കാരണം ഈ റെയിൽവേ മുഖേന സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ സാധിച്ചു. ഇറ്റ് ലേഡ് ടു കൊമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തിന് എന്ത് ചെയ്തു? ഇതൊരു കാരണമായിട്ട് മാറി. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ബ്രിട്ടീഷുകാരിങ്ങനെ കൊണ്ടുവന്നതിനുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള. അതിൽ ഫസ്റ്റ് നമ്മൾ റെയിൽവേയാണ് കൊണ്ടുവന്നത്. 1850 റെയിൽവേ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്ത പോയിൻ്റായിട്ട് പറയുന്നത് ഇൻലാൻഡ് ട്രേഡ് ആൻഡ് സീ ട്രാൻസ്പോർട്ട് ആൾസോ ഡെവലപ്ഡ്. അപ്പോൾ റെയിൽവേ മാത്രമല്ല, ഏതും കൂടി കൊണ്ടുവന്നു? ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിപ്പിച്ചു. കടൽ യാത്ര ഗതാഗതം കൂടി എന്ത് ചെയ്തു? വികസിച്ച് എടുത്തു. പിന്നീട് 1837 പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വാർ ഡെവലപ്ഡ്. എന്താണ് പോസ്റ്റും കമ്പിത്തപ്പാൽ എന്ന് പറയുന്നത്? 1837 എന്ത് ചെയ്തു? വികസിപ്പിച്ചെടുത്തു. ലാസ്റ്റ് പോയിന്റ്, പോർട്സ് ആൻഡ് ഹാർബേഴ്സ് വേർ ഡെവലപ്ഡ്. തുറമുഖങ്ങളിൽ എന്ത് ചെയ്തു? വികസിതമായിട്ട് മാറി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള വികസിപ്പിച്ചെടുത്തിട്ടുള്ള സൗകര്യങ്ങൾ. അപ്പോൾ റെയിൽവേ കൊണ്ടുവന്നു, ആഭ്യന്തര ഗതാഗതം, കടൽ ഗതാഗതം, കമ്പിത്തപ്പാൽ, തുറമുഖങ്ങൾ, ഇതൊക്കെ ഇതോടുകൂടി എന്ത് ചെയ്തു? വികസിച്ച് എടുത്തു എന്നാണ് പറയുന്നത്. Development of railways and ports increased India's trade, which ultimately benefited the British. Roads were developed mainly with the intention of mobilizing the army within India. In short, infrastructure development served colonial interest more than the welfare of Indian
pupil. Once again, in short, infrastructure shortage പറയണമെങ്കിൽ infrastructure development served colonial interest more than the welfare of Indian pupil. എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം കൊളോണിയൽ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അർത്ഥം. എങ്കിലും പിന്നീട് അവിടെ നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സബ്സ്റ്റൻഷ്യലി ബെനഫിറ്റ് ഇന്ത്യ വെരി മച്ച്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരുപാട് ഗുണങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 1932 ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ചത്. ആ വർഷം ഒന്ന് ഓർത്തു വെച്ച 1932 ടാറ്റ എയർലൈൻസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1932 ഇനാഗുറേറ്റിംഗ് ദ aviation sector in India. Development of infrastructure and English education substantially contributed to the development of the nation. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞു തന്നിട്ടുള്ള ഒരു മേഖലയാണ് ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഒന്ന് അഗ്രികൾച്ചറൽ സെക്ടർ, പിന്നീട് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ അതിനുള്ള പ്രധാനപ്പെട്ട ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്, പിന്നെ 3 ലാൻഡ് റിഫോംസ്, ജമീന്ദാരി, മഹൽവാരി, റൈറ്റ്വാരി ആ സിസ്റ്റം പഠിക്കണം. പിന്നെ ഫോറിൻ ട്രേഡിൽ ഏതൊക്കെയായിരുന്നു ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് ഒക്കെ നടത്തിയിരുന്നത്, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു. പിന്നെ ഒക്കുപേഷണൽ സ്ട്രക്ചറിൽ ഏതൊക്കെയാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടറിൽ ഉൾപ്പെടുന്ന തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പിന്നീട് ഡെമോഗ്രാഫിക് കണ്ടീഷനിൽ എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള അത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. വളരെ സിമ്പിളാണ്, ആർക്കും തന്നെ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ ഈ ഒരു ഭാഗത്തോടു കൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കാം, കമൻറ്റിലൂടെ ചോദിക്കാം. എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഒരിക്കലും മറക്കരുത്. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാമെങ്കിലേ നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പിന്നെ ഇത് നിങ്ങളുടെ +1 +2 കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. +2ലുള്ള കുട്ടികൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനൊക്കെ ഉപകാരപ്പെടും. +1ലുള്ള കുട്ടികൾക്ക് ഇത് എക്കണോമിക്സിൻ്റെ ക്ലാസ്സായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ.